ഇത് പിന്നെ 302, 120B, 109 ഒഫൻസിലെ കേസായിരുന്നു. അതിൽ 120Bയും 109ഉം പ്രോസിക്യൂഷൻ തെളിയിക്കാൻ പറ്റിയില്ല. 302ലാണ് ഫൗണ്ട് ഗിൽറ്റി കണ്ടെത്തിയത്. A1-ന് ശരണ്യ, A2-ന് കോടതി വെറുതെ വിട്ടിട്ടാണുള്ളത്. അതിപ്പം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് കിട്ടി പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഏതൊക്കെ ഗ്രൗണ്ടിലാണ് A2-നെ വിട്ടത് എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ശിക്ഷ മറ്റന്നാളെ പ്രഖ്യാപിക്കുള്ളൂ. A2-നെതിരെ ഫൗണ്ട് ഗിൽറ്റി ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടാം പ്രതിക്കെതിരെ പ്രധാനമായും നമ്മൾ ഉന്നയിച്ച തെളിവ് അല്ലെങ്കിൽ വാദങ്ങളൊന്നും അംഗീകരിക്കപ്പെട്ടില്ല. ഗൂഢാലോചന ഉൾപ്പെടെയുള്ള വാദങ്ങൾ. അതായത് ഇത് പൂർണ്ണമായിട്ടും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഉള്ള കേസാണ്. സാഹചര്യ തെളിവ് മാത്രമേ, ഒരു ഐ വിറ്റ്നസ് ഇല്ലാത്ത കേസാണ്. അപ്പോൾ ഇത്തരം കേസുകൾ പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രോസിക്യൂഷൻ സംബന്ധിച്ചും വളരെ ദുർഘടമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ദിലീപിൻ്റെ കേസ് നമ്മൾ കണ്ടതാണ്. ഇതിനകത്ത് നമ്മൾ അന്വേഷണ സംഘത്തിന് വലിയ തരത്തിലുള്ള വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് കോടതി പറഞ്ഞത്. അത് പൂർണ്ണമായിട്ടും ഏത് കേസ് എടുത്തു കഴിഞ്ഞാലും അതിൽ ചെറിയ ലൂപ്പ് ഹോൾസ് എല്ലാ കേസിനകത്തും ഉണ്ടാവും. അത് മാത്രമേ ഈ കേസിനകത്ത് സംഭവിച്ചു. അതെ, ഇവർ തമ്മിൽ ലവ് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടായിരിക്കും കോടതി അത്തരത്തിലുള്ള പരാമർശങ്ങൾ പറഞ്ഞത്. അതിപ്പം നമുക്കിപ്പം അതെ, ബഹുമാനപ്പെട്ട കോടതിയുടെ ജഡ്ജ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അത് ഏതൊക്കെ രീതിയിലാണ് പരാമർശം നടത്തിയിട്ടില്ലെന്ന് പറയാൻ പറ്റും. പ്രോസിക്യൂഷൻ നിയമനത്തിന്റെ അകത്തും കോടതി വിമർശനം നടത്തിയിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയ നിയമനത്തിലേക്ക് പ്രോസിക്യൂട്ടർമാരുടെ നിയമനം പോകാൻ പാടില്ലെന്നാണ് ജഡ്ജി പറഞ്ഞത്. അതിപ്പം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ റൂളിംഗ് ഉണ്ട്. അതാണ് സാർ പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ സാർ ഏത് അർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് പറയാൻ പറ്റും. അതിപ്പം ജഡ്ജ്മെന്റ് കിട്ടി പരിശോധിച്ചതിന് ശേഷം അത് പ്രോസിക്യൂഷൻ അതിലൂടെ നടപടി സ്വീകരിക്കും എന്നാണ് പറയുന്നത്. പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് ആവശ്യപ്പെടും. 23-ന് ഓർഡർ എന്ത് തന്നെ പറയും, ജഡ്ജ്മെന്റ് പറയും. രമേശ് 23-ന് പറയും. ഈ പറയുന്ന കേസിൽ രണ്ടാം പ്രതിയെ നിരപാധികം വിട്ടയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനയോ അല്ലെങ്കിൽ പ്രേരണാക്കുറ്റമോ തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒന്നാം പ്രതിയായിട്ട് ഒരു വെറും കാമുകൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് കണ്ടെത്തിയെന്നും മറ്റു രീതിയിലുള്ള ക്രിമിനൽ ഗൂഢാലോചന, ഒരു കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള യാതൊരു ക്രിമിനൽ ഗൂഢാലോചനയും പോലീസിന് കണ്ടെത്താനായില്ല എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അത് കൂടാതെ പറഞ്ഞിട്ടുള്ളത് പോലീസ് ഒരു സദാചാര പോലീസിൻ്റെ രീതിയിലാണ് അന്വേഷണം വരെ നടത്തിയിരുന്നത്. അല്ലാതെ മറ്റു രീതിയിലുള്ള ഈ കൾപ്പബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ജഡ്ജിയുടെ കണ്ടെത്തൽ. ഈ അന്വേഷണ സംഘം ആദ്യം പറഞ്ഞത് ഇവർ രണ്ടുപേരും നടത്തിയ ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചനയ്ക്കൊടുവിലാണ് കുട്ടിയെ കൊലപ്പെടുത്താൻ തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. ആ രീതിയിലുള്ള തെളിവുകളൊന്നും ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ ഇല്ല. ആകെ ഹാജരാക്കിയിരുന്നത് ഇവർ രണ്ടുപേരും ഒരു IOB ബാഗിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഡോക്യുമെൻറ്റ്സ് എല്ലാം കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഈ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നതും, അതുകൂടാതെ ഈ പറയുന്ന കുറേ ഫോൺ കോളുകൾ ചെയ്തതായിട്ടുള്ള ഇതാണ്. അത് ഇവർ തമ്മിലുള്ള ഒരു ഇലിസിറ്റ് റിലേഷൻ ആയിരിക്കാം. പക്ഷേ ഈ പറയുന്ന അതൊന്നും ഗൂഢാലോചനക്കോ അല്ലെങ്കിലൊന്നും പറ്റില്ല. കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പ്രോസിക്യൂഷനും ഏത് രീതിയിൽ അത്, കാരണം എനിക്ക് തോന്നുന്നു ഇതൊരു ഈ പറയുന്ന ഒരു തെളിവും ഇതുമായിട്ട് കണ്ടെത്തിയില്ല. അതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ജഡ്ജ് 302 മാത്രം ഇതാക്കിയത്. 109ഉം 120Bയും, അതായത് പ്രേരണാക്കുറ്റവും ഗൂഢാലോചനയും, അത്തരത്തിൽ കുട്ടീനെ എന്തിനു വേണ്ടി കൊല്ലുന്നു എന്നുള്ള ഒരു മോട്ടീവ് വരെ പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്നിരുന്നാലും 1.5 വയസ്സുകാരിയെ കൊന്ന ഒരു കേസിന് അമ്മേൻ്റെ ഒരുമിച്ച് കിടന്ന കുട്ടിയാണ്. അതിനുകൊണ്ട് തന്നെ 106 പ്രകാരം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അക്യൂസ്ഡ് ബാധ്യസ്ഥനായതുകൊണ്ട് തന്നെ അത് തെളിയിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ശിക്ഷിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്.